എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ആ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടല്ലോ, അത് എന്റെ ഉമ്മത്തിന് വേണ്ടി നാളെ പരലോകത്ത് വെച്ച് ശുപാർശ ചോദിക്കാൻ, ശുപാർശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാനിതാ പരലോകത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. ആ ഞാൻ നിർവഹിക്കുന്ന ആ ശുപാർശയുണ്ടല്ലോ, അത് തീർച്ചയായും ഇൻഷാ അല്ലാഹ് പരലോകത്ത് ലഭിക്കുക. മൻ മാത മിൻ ഉമ്മതി, എന്റെ സമുദായത്തിൽ നിന്ന് ആരാണ് മരിക്കുന്നത്, ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒരു നിലക്കും ശിർക്ക് ചെയ്യാതെ, അല്ലാഹുവിൽ ഒരു നിലക്കും പങ്കു ചേർക്കാതെ ശരിയായ തൗഹീദിന്റെ വാഹകരായി മുവഹ്ഹിദുകളായി ആരാണോ മരിക്കുന്നത് അവർക്കാണ് എന്റെ ശുപാർശ ലഭിക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ മാത വഹുവ യഅലമു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം ഒരാൾ അറിഞ്ഞുകൊണ്ടാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനം ഇതാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനം, ഈ സ്ഥാനത്തെ അവഗണിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം ജീവിതത്തിൽ മാറ്റിവെച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. തൗഹീദ് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാം ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്നും തൗഹീദിന് സ്ഥാനം നൽകുന്നത്. അതെന്തുകൊണ്ട്? ഈ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും അവരംഗീകരിക്കുന്ന, അവർ പരന്നു കിടക്കുന്ന സംഘടനകൾ ഈ നാട്ടിൽ ധാരാളമാണ്, ധാരാളം മുസ്ലിം സംഘടനകൾ. ആ സംഘടനകളും ആ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരും അംഗീകരിച്ചൊരു വസ്തുതയുണ്ട്. അതെന്താണ്? ഇന്നത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവാക്യം അനുസരിച്ചുകൊണ്ടല്ല ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ആ രംഗത്ത് ഇസ്ലാമികമായി ജീവിക്കുന്ന കാര്യത്തിൽ, ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്ന വിഷയത്തിൽ ഈ സമുദായത്തിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഈ നാട്ടിലുള്ള മുഴുവൻ മുസ്ലിം സംഘടനകളും അവർക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരും അംഗീകരിക്കുകയാണ്. 5 നേരം നമസ്കരിക്കണമെന്നറിഞ്ഞിട്ടും നമസ്കാരത്തിന്റെ വഴിയിലൂടെ നീങ്ങാത്ത നാമധാരികളായ മുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സക്കാത്ത് എന്ന കൃത്യമായ ആരാധന അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് കൃത്യമായി നൽകുന്ന മുസ്ലിം മുതലാളിമാരുടെ എണ്ണം കുറവാണ് എന്ന് നമുക്കറിയാം. ഇസ്ലാമികമായ മര്യാദകൾ, ഒരു മുസ്ലിം പാലിക്കേണ്ട ബന്ധങ്ങൾ, സാമ്പത്തിക രംഗത്ത്, ദാമ്പത്യ മേഖലയിൽ ഒരു മുസ്ലിം പാലിക്കേണ്ട മാർഗങ്ങൾ, നിയമങ്ങൾ, അതൊന്നും പലപ്പോഴും കൃത്യമായി ശ്രദ്ധിക്കുന്നവരല്ല ഈ നാട്ടിലുള്ള മുസ്ലിം ഭൂരിപക്ഷം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇങ്ങനെയെല്ലാം വ്യതിചലനങ്ങൾ, ശരിയായ മാർഗത്തിൽ നിന്നുള്ള വ്യതിയാനം ഈ സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ അത് അംഗീകരിക്കുന്നവരാണ് ഈ നാട്ടിലെ മറ്റു മുസ്ലിം സംഘടനകൾ. ഇത് അംഗീകരിക്കുന്ന ആളുകളോട്, ഇത് അംഗീകരിക്കുന്ന പ്രസ്ഥാനങ്ങളോട്, അതിലെ പണ്ഡിതന്മാരോട് ഞങ്ങൾക്കൊരു കാര്യം സൂചിപ്പിക്കുവാനുണ്ട്. ആ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഇന്ന് പലപ്പോഴും ഈ പ്രസ്ഥാനത്തെ ഇതര സംഘടനകളിൽ നിന്ന്, പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രധാന ഘടകമെന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. അതെന്താണ്? മുസ്ലിം സമൂഹത്തിന്, മുസ്ലിം ഭൂരിപക്ഷത്തിന് ഇസ്ലാമികമായ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്ന കാര്യത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആ രംഗത്ത് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മുജാഹിദ് പ്രസ്ഥാനം ഉണർത്തുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ്. ആ കലിമത്ത് തൗഹീദിന്റെ ശരിയായ ആദർശം കൃത്യമായി പാലിക്കുന്ന, കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലും ഈ സമുദായത്തിന് കാര്യമായ തകരാറുകൾ സംഭവിച്ചു.